ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു റോസ് ഫ്ലവർ കണ്ടാൽ നിങ്ങൾ അതിൻ്റെ മുള്ള് കാണുമോ ആദ്യം, അത് പൂവിനെ കാണുമോ? ചിലവർ പറയും ഞാൻ പൂവിനെ കാണും, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള. ചിലർ പറയും അയ്യോ മുള്ള് കൈക്കൊള്ളത്തില്ലേ, കൈക്കൊള്ളും, മുറിയും, സോ ഏറ്റവും നെഗറ്റീവായിട്ടുള്ളത് ആദ്യം കാണും. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഒരു പൂ കാണുമ്പോൾ അതിൻ്റെ മുള്ളും കാണണം, ഫ്ലവറും കാണണം. ഒരു ലൈഫിൻ്റെ ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ പ്ലസും കാണണം, മൈനസും കാണണം. എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാനും നമുക്കൊക്കത്തില്ല, എല്ലാം നെഗറ്റീവായിട്ട് എടുക്കാനും ഒക്കത്തില്ല. ബാലൻസ് ചെയ്യണം, എപ്പോഴും ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ബാലൻസ് ചെയ്യുന്ന ആണെങ്കിൽ മാത്രമേ നമ്മളൊരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ ഒക്കുള്ളൂ, നമുക്കൊരു പ്രോപ്പർ മൈൻഡ് സെറ്റിൽ അത് പെർസീവ് ചെയ്യാൻ ഒക്കുള്ളൂ. സോ ഇനിയൊരു പൂ കാണുമ്പം, ഒരു റോസ് ഫ്ലവർ കാണുമ്പം അതിൻ്റെ സ്റ്റെമ്മിലുള്ള മുള്ളും കാണണം, ആ പൂവിൻ്റെ ബ്യൂട്ടിയും കാണണം. അവിടെ നമുക്ക് ആ പൂവും ആ സ്റ്റെമ്മും എൻജോയ് ചെയ്യാൻ ഒക്കുള്ളൂ. പൂ മാത്രം കണ്ടാലും ഒക്കത്തില്ല, മുള്ളു മാത്രം കണ്ടാലും ഒക്കത്തില്ല. അത് എൻജോയ് ചെയ്യണമെങ്കിൽ പൂവും മുള്ളും കാണണം. ജീവിതം അതുപോലെയാണ്. ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പോസിറ്റീവും കാണണം, നെഗറ്റീവും കാണണം. ബാലൻസ് ചെയ്യാൻ പഠിക്കണം. മനസ്സിലായോ?